ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 5 അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. സദൃശ്യവാക്യങ്ങൾ 5:6. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഈ തിരുവചനം നമ്മൾ പഠിച്ച എന്താണ് ഒന്നും കൂടെ നമുക്ക് വായിക്കാം. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി എന്ത് ചെയ്യുക? ബുദ്ധി പഠിക്കുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു യഹോവ പൈതൽ ആമേൻ, സ്തോത്രം, ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ജീവിതത്തിൽ മാതൃകയാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഉറുമ്പിൻ്റെ വഴി. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഉറുമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ അതിൻ്റെ തന്നെ 8 പറഞ്ഞിട്ടുണ്ട്. വേനൽക്കാലത്ത് തൻ്റെ ആഹാരം എന്ത് ചെയ്യുന്നു? ഒരുക്കുന്നു. കൊയ്ത്തുകാലത്ത് താൻ തീൻ എന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു. ഓർത്തിരിക്കുക. അതിനെന്തില്ല? അതിന് 7 ഇപ്രകാരം, അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും അവ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ചെയ്യുന്നു. അതായത് വളരെ ഉത്സാഹിയാണ് ഉറുമ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാണെങ്കിൽ. ഹല്ലേലൂയ. തൻ്റെ ആഹാരത്തിന് അധ്വാനിക്കേണ്ടതിനും അല്ല തൻ്റെ കാര്യങ്ങൾക്ക് വളരെ ഉത്സാഹത്തോടുകൂടെ പോകുന്ന ഒന്നാണ് ഉറുമ്പ്. ആമേൻ, സ്തോത്രം. അപ്പം ആ ഒരു ഉറുമ്പിൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിൽ, അതായത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു യഹോവ ഭക്തൻ, ആമേൻ, സ്തോത്രം, അതിൻ്റെ വഴി നോക്കി പഠിക്കാനാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള അല്ലേ? ഉറുമ്പ് എന്നിങ്ങനെ വരിയായി പോവുകയും അതിൻ്റെ ഭക്ഷണം അതിനിങ്ങനെ ചുമന്ന് പോകുന്നതായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം അല്ലേ? വളരെ എത്രത്തോളം ഉത്സാഹത്തോടുകൂടിയാണ് അത് അതിൻ്റെ കാര്യം ചെയ്യുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്സാഹമുണ്ടോ ദൈവമക്കളെ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ഭൗതികമായി നന്മ ഉണ്ടാക്കുവാൻ നമ്മൾ നെട്ടോട്ടോടി അതിനെല്ലാം ഉത്സാഹമുള്ളവരായിരിക്കാം. പക്ഷേ ഞാനിവിടെ ഈ ഒരു വചനം വെച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ എന്തില്ല, നമ്മുടെ ഉത്സാഹങ്ങളൊക്കെ നശിച്ചു പോയൊരവസ്ഥയാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവവചനം ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നേടിയില്ലെങ്കിൽ അവൻ എന്താണ്? അത് വെറുതെയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അപ്പം ഈ ലോകത്തുള്ളതെല്ലാം നമ്മൾ സ്വരൂപിച്ചു വെച്ചാൽ അതെല്ലാം എന്താണ്? ഒരു ദിവസം ദൈവവചനം മത്തായിൽ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ദൈവം നിങ്ങൾക്ക് നിക്ഷേപം ഇവിടെ ഉണ്ടാകരുത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്കിലും ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്, ആവശ്യങ്ങളൊന്നാണ്. അതേപോലെ തന്നെ ആമേൻ, സ്തോത്രം, നമ്മൾ ഭൗതികത്തിൽ എത്ര ഉത്സാഹമുള്ളവരാണ്, അതേപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പണിതെടുക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉത്സാഹികളായി തീരണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇവിടെ ഉറുമ്പിനെ നമ്മൾ നോക്കിയാൽ ഉറുമ്പ് എന്ത് ചെയ്യുക? തൻ്റെ കാര്യങ്ങളെ എന്ത് ചെയ്യുക? തൻ്റെ കാര്യത്തിന് വേണ്ടി വളരെ ഉത്സാഹത്തോടുകൂടി അത് എന്ത് ചെയ്തു. അതുപോലെ അത് അതിനു വേണ്ടി കരുതും. ആമേൻ, സ്തോത്രം. മടി പിടിച്ച് ഇരിക്കുകയില്ല അല്ലേ? വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കി വെക്കുന്ന ഒരു സ്വഭാവം. വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഓൾറെഡി എന്ത് ചെയ്യാണ്? ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. കൊയ്ത്തുകാലത്ത് താൻ എന്ത് ചെയ്യുന്നു? തീൻ ശേഖരിക്കുന്നു. അപ്പോൾ ഒരുക്കി വെക്കുന്നു. അത് മുൻകൂട്ടി ഒരു പ്ലാനിങ് നമുക്കവിടെ കാണാൻ കഴിയും അല്ലേ? ഉറുമ്പിൻ്റെ ജീവിതം നമ്മൾ അല്ലെങ്കിൽ അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ആമേൻ, സ്തോത്രം, നമ്മൾ ഇപ്പോൾ താഴേക്ക് വായിക്കുമ്പോൾ, മടിയാ നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടെ കൈക്കിട്ടി കിടക്കുക. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ ആത്മീയ ജീവിതം എടുത്തു കഴിഞ്ഞാൽ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പം എല്ലാവരും പറയും പിന്നെ അറിയാതെ ഞങ്ങൾ ഇരിക്കുമോ അല്ലേ? ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥന എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് വേണ്ടത്ര എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ പറയും അല്ലേ? പക്ഷെ രണ്ടാമത്തെ എൻ്റെ ക്വസ്റ്റ്യൻ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ആമേൻ, സ്തോത്രം. അറിയേണ്ടതുപോലെ അല്ലെങ്കിൽ ദൈവത്തിനെ ചെയ്യേണ്ടുന്ന രീതി ഉത്സാഹികളായിട്ടുണ്ടോ? ആമേൻ, സ്തോത്രം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ഇപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു പക്ഷെ നമുക്കറിയാം, ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അറിയാം. ആമേൻ, സ്തോത്രം. പക്ഷേ ദൈവത്തെ ഈ നാളുകളിൽ നമ്മൾ അറിയേണ്ടതുപോലെ ഒന്ന് രുചിച്ചറിയണം. ആമേൻ, സ്തോത്രം. തേനിലും മധുരമായ കർത്താവായ യേശു ക്രിസ്തുവിനെ, ആമേൻ, സ്തോത്രം, ഓരോ നിമിഷവും, ഓരോ ദിവസവും, ഓരോ
സെക്കൻഡും നമ്മൾ എന്ത് ചെയ്യണം? ദൈവമക്കളെ രുചിച്ചറിയണം. ഹല്ലേലൂയ. ഉത്സാഹികളായി തീരണം ദൈവകാര്യത്തിൽ. ആമേൻ. സ്തോത്രം. ഇവിടെ നമുക്ക് എന്താണ് പറയുന്നത്? നമ്മളുടെ ഒരു അവസ്ഥയാണ്. ഇതാ കുറേ കൂടെ ഞാൻ ഉറങ്ങട്ടെ, കുറച്ചും കൂടെ, ഇനി കുറച്ചു കഴിഞ്ഞ് നാളെ ശരിയാവും, നാളെ ഞാൻ ഒന്നും കൂടെ ആത്മീയത്തിൽ ഉയരും, ആത്മീയത്തിൽ എൻ്റെ എല്ലാ മന്ദതയെ ഞാൻ മാറ്റും. ആമേൻ. സ്തോത്ര. ഞാൻ മുമ്പോട്ട് നടക്കും, ഞാൻ മുമ്പോട്ട് തന്നെ എന്ത് ചെയ്യും? ഞാൻ നാളെയോ മറ്റന്നാളോ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാം, ഒന്നും കൂടെ ദൈവത്തോട് അടുത്തോളാം. ഇങ്ങനെ തന്നെ ദൈവം വരാറാകുമ്പോൾ ഏകദേശം അന്നേരം റെഡിയാക്കാം. സ്തോത്ര. ഹല്ലേലൂയ. ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കൈകെട്ടി ഇപ്പോൾ കിടക്കുവാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പം നമ്മളെ നോക്കി ദൈവം എന്താ വിളിക്കുന്നത്? മടിയ എന്നാണ്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു ദൈവ പൈതലിന് ഇഷ്ടമുള്ളൊരു സ്വഭാവമാണ്. ദൈവം അതുപോലെ ഒരു ആളായിരുന്നു. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം ഹാർഡ് വർക്കർ ആയിരുന്നു. ഹല്ലേലൂയ. തൻ്റെ ശുശ്രൂഷയിൽ താൻ ഈ ഭൂമിയിലായിരുന്ന സ്ഥാനങ്ങളിൽ ആയിരുന്ന സമയങ്ങളിലൊക്കെ വളരെ കഠിനമായി ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിയായിരുന്നു അല്ലേ? നമ്മൾ തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം. തൻ്റെ ശുശ്രൂഷയിലെല്ലാം തന്നെ എന്താണ്? ഉത്സാഹിയായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. തൻ്റെ പിതാവ് ഏൽപ്പിച്ച കാര്യങ്ങളിലെല്ലാം സ്തോത്രം കർത്താവായ യേശുക്രിസ്തു എന്തായിരുന്നു? അവൻ ഉത്സാഹിയായിരുന്നു. ഹല്ലേലൂയ. പിതാവ് എന്തെല്ലാം ഏൽപ്പിച്ചു അതിലെല്ലാത്തിലും സ്തോത്ര നന്നായി ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. അത് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മീയ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്ര ഉത്സാഹിയാണോ, അതോ ഇപ്പോഴും ഞാൻ മടി പിടിച്ച് സ്തോത്ര ഞാൻ കിടക്കുകയാണ്? പലപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. പണ്ട് നമ്മൾ വേണമെങ്കിലും ഇന്ന് ആരാധനയ്ക്ക് പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സ്തോത്ര ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോലെ ചില കുട്ടികളൊക്കെ സ്തോത്ര എക്സാമാണ്, നാളെ എക്സാം, അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥനയ്ക്കില്ല, കട്ട്. സ്തോത്ര. തിങ്കളാഴ്ച എക്സാം ആണെങ്കിൽ ഞായറാഴ്ചയിൽ ആരാധന മുടക്കുക. അപ്പം നമ്മൾ എത്രത്തോളം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഓരോ നിസ്സാര ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര ആരാധനകൾ നമ്മുടെ മുടക്കിയിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥ അല്ലേ? പക്ഷെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? ആ ഉറുമ്പിനെ പോലെ നമ്മുടെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ഉത്സാഹമുള്ളവരായി തീരണം. നമ്മൾ ഓരോന്നും ശേഖരിച്ചു വെക്കണം. നമ്മുടെ വചനങ്ങൾ സ്തോത്ര. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. മറിയ സംഗ്രഹിച്ചു വെച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? നമ്മളത് എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് തിരുവചനം നമ്മളെ തൻ്റെ എല്ലാം എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമുക്ക് സ്തോത്ര. ഹല്ലേലൂയ. വചനത്തിൽ കൂടെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അത് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഓരോ ദിവസത്തിലുള്ള വചനങ്ങൾ സ്തോത്രം നമ്മൾ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ഇവിടെ തിരുവചനം എന്താണ് പറയുന്നത്? ഉറുമ്പിനെ നോക്കി പഠിക്കുക അല്ലേ? അതെല്ലാം ശേഖരിച്ചു വെക്കുന്നു, നാളേക്കായി കരുതി വെക്കുന്നു. അപ്പോൾ ആത്മീയപരമായി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ആവശ്യമായ ആത്മശക്തി നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസവും നമുക്ക് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം. ദൈവവചനങ്ങൾ ഗ്രഹിക്കണം, ധ്യാനിക്കണം. ഹല്ലേലൂയ. ഒരു ദിവസം 24 മണിക്കൂർ നമുക്ക് ലഭിക്കും അല്ലേ? അതിൽ എത്ര മണിക്കൂറുകൾ നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. എത്ര കൊടുക്കുന്നു എന്നുള്ളതുമല്ല, എത്ര പൂർണ്ണ ഹൃദയത്തോടെ കൊടുക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. സ്തോത്ര. പൂർണ്ണ മനസ്സോടുകൂടെ. ഹല്ലേലൂയ. ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം പോയിരുന്ന ഒരു പ്രാർത്ഥന തട്ടിക്കൂട്ടി വെക്കുവാനല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ദൈവം എപ്പോഴും സ്വീകരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഉത്സാഹികളായി തീരുക. ദൈവിക കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കുക. സ്തോത്രം. നമുക്കറിയാം ദാവീദിനെ കുറിച്ച് പഠിച്ചാൽ തൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടങ്ങളും ഭാരങ്ങളും വരുമ്പോൾ എന്ത് ചെയ്യും? ദാവീദ് ഓരോ സങ്കീർത്തനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. തൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം ഓരോ തീരുമാനങ്ങൾ താൻ എടുക്കുവാൻ തുടങ്ങി. അതൊക്കെയും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്നു അല്ലേ? സ്തോത്രം. അതിൽ ഒരു തീരുമാനമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താ? രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എന്ത് ചെയ്യും? തൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? പല കാര്യങ്ങൾക്കൊരു ക്രമീകരണം വേണം ദൈവമക്കൾ.
മക്കളെ. ചില ഹാർഡ് വർക്ക് ചെയ്യണം ദൈവസന്നിധിയിൽ. ആമേ സ്തോത്രം. മണിക്കൂറുകൾ അർദ്ധരാത്രിയിലായിക്കൊള്ളട്ടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ദൈവം സകലതും നമ്മൾ അറിയിച്ചു തരും. ആമേ സ്തോത്രം. എന്ത് നടന്നാലും എന്ത് ചെയ്യും? ദൈവം ഒന്നെങ്കിൽ ദർശനത്തിൽ കൂടെ ആയിക്കൊള്ളട്ടെ, ദൈവ വചനത്തിലൂടെ ആയിക്കൊള്ളട്ടെ, ദൈവം നമ്മളോട് എന്ത് ഇടപെടും. അപ്പം ചുമ്മാ ഒന്നും അത് എന്ത് ചെയ്യത്തില്ല, ലഭിക്കുകയില്ല. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. ആമേ സ്തോത്രം. ദൈവസന്നിധി ഹാർഡ് വർക്ക് ചെയ്യുക. ഒന്നെങ്കിൽ ഇന്ന ദിവസങ്ങൾ ഇത്ര സമയങ്ങൾ നീ മാറ്റി വെക്കും. നിന്റെ ബൈബിള് പഠിക്കുവാൻ, ബൈബിള് വായിക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ. ആമേ സ്തോത്രം. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ. ആമേ സ്തോത്രം. 45-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? നിന്റെ വചനം എൻ്റെ ഹൃദയത്തെ, നിന്റെ ശുഭവചനം കൊണ്ട് എൻ്റെ ഹൃദയം എന്ത് ചെയ്തിരിക്കുക? നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ അല്ല. അതുപോലെ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് നമ്മൾ ശേഖരിക്കണം. അതാണ് നമുക്ക് ജീവൻ വരുന്നത്. ഇവിടെ ഉറുമ്പ് തൻ്റെ ജീവന് വേണ്ടി, ഈ ലോകത്തിലെ ജീവന് വേണ്ടി സകലതും ശേഖരിച്ചു വെക്കുന്നു അല്ലേ? അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയപരമായി പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സ്വരൂപിച്ചു വെക്കണം. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. ആത്മശക്തി ഉള്ളവരായി നമ്മൾ തീരണം. ദൈവവചനങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. അതൊക്കെ നമ്മളിങ്ങനെ ശേഖരിച്ചു വെക്കണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഹല്ലേലൂയ. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. മടി പിടിച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, മുമ്പോട്ട് പോവുകയില്ല. അത് നമ്മൾ മുഴുവനുമായി എടുത്ത മൊത്തമായി നമ്മളൊരു കാര്യം പറഞ്ഞ ഒരു ക്രിസ്ത്യാനി ആ ദൈവത്തെ അറിഞ്ഞു, സ്നാനമേറ്റു, 2 അഭിഷേകം കിട്ടി, അതോടെ തീർന്നില്ല ദൈവമക്കൾ. അതൊക്കെ നമ്മുടെ ഒരു ക്രിസ്ത്യാനിയുടെ ഒരു തുടക്കം മാത്രമാണത്. ആമേ സ്തോത്ര. ഹല്ലേലൂയ. അഭിഷേകം കുറച്ച് ലഭിച്ചു എന്നും പറഞ്ഞ് നിങ്ങളുടെ ആത്മീയ വർധനവ് അവിടെ കൊണ്ട് കഴിയുകയില്ല. ആമേ സ്തോത്രം. നമുക്ക് വീണ്ടും വീണ്ടും ആത്മീയ വർധനവ് വേണം നമ്മുടെ ജീവിതത്തിൽ. ആമേ സ്തോത്രം. അതിലൊന്നാണ് അഭിഷേകം. അഭിഷേകം പറയുന്നവൻ എന്ത് ചെയ്യും? അവന് ആത്മീയ വർധന വളർത്തും. ആത്മീയപരമായ ദൈവത്തോട് അടുക്കുവാൻ കഴിയും അല്ലേ? അപ്പോൾ 2 അഭിഷേകം കിട്ടി, സ്നാനപ്പെട്ടു, ഞായറാഴ്ച പോയി. ഇതുകൊണ്ട് നിങ്ങൾ നിർത്തരുത് ഒരിക്കലും. അത് നമ്മുടെ ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് ഇനിയും എന്ത് ചെയ്യണം? പല മുമ്പോട്ട് പോകണം. ദൈവത്തോട് ഒത്തിരി അടുക്കണം. ആമേ സ്തോത്ര. ഹല്ലേലൂയ. ആത്മീയപരമായി നമ്മൾ ഇനിയും വളരണം, ഉത്സാഹികളായി തീരണം. ആമേ സ്തോത്ര. ഹല്ലേലൂയ. ചിലപ്പോൾ അങ്ങ് ഉത്സാഹത്തോടുകൂടെ ആയിരിക്കുമ്പോഴായിരിക്കും പിശാച് എന്തെങ്കിലും ഒരു കഷ്ടതയോ ഒരു മനപ്രയാസം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അതെല്ലാം ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നീ മുമ്പോട്ട് തന്നെ പോവുക. ആമേ സ്തോത്ര. ഹല്ലേലൂയ. കിട്ടുന്ന സമയങ്ങളൊക്കെയും എന്ത് ചെയ്യുക? ബൈബിള് വായിക്കുക, ബൈബിള് ഗ്രഹിക്കുക. ആമേ സ്തോത്രം. പ്രാർത്ഥിക്കുക. അങ്ങനെ ദൈവസന്നിധി ഉത്സാഹിയായി. ആമേ സ്തോത്രം. അവനവൻ്റെ കാര്യം മാത്രമല്ലാതെ മറ്റുള്ളവർക്കും വേണ്ടി ജാഗരിച്ച് പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അവിടെയൊക്കെ ദൈവം എന്ത് ചെയ്യും? നമ്മളെ ഉയർത്തുവാനിടയായി തീരും, നമ്മളെ പ്രസാദിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ദൈവമക്കളെ ഈ വചനപ്രകാരം ആ ഉറുമ്പിനെ ഒരു യഹോവ ഭക്തൻ നോക്കണം. ഉറുമ്പിൻ്റെ വഴി നമ്മൾ പഠിക്കണം. ആമേ സ്തോത്രം. ഒരിക്കലും മടുപ്പില്ലാതെ വേണം തൻ്റെ ആഹാരങ്ങൾ ശേഖരിക്കുന്നത് പോലെ ദൈവമക്കളെ നമ്മുടെ കാലുകളും എന്ത് ചെയ്യണം? ദൈവകാര്യങ്ങൾക്ക് വേണ്ടി മടുപ്പ് വെക്കരുത്. ഹല്ലേലൂയ. മടുത്തെന്നും പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്, ശീലിച്ചെന്നും പറഞ്ഞ് ഇരിക്കരുതെന്നേ. ആമേ സ്തോത്രം. ഇത് മതി, ഇത്രയും മതി എന്നും പറഞ്ഞ് ഇരിക്കുവാനല്ല. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഇനിയും വേണം കർത്താവ്, ഇനിയും കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ഒരുപാടുണ്ട്. ആമേ സ്തോത്രം. 2 അഭിഷേകം അതോടെ നമ്മുടെ ഒന്നും തീരുന്നില്ല. മുമ്പോട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഓരോന്ന് പ്രാപിച്ചെടുക്കുക. ആമേ സ്തോത്രം. 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 ദൈവത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് ഹോളി സ്പിരിറ്റ് അല്ലെ, എത്രയോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കുക. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പ്രാപിക്കുവാൻ കഴിയും. ആമേ സ്തോത്ര. അതുകൊണ്ട് ഇനിയും എന്ത് ചെയ്യണം? നമുക്ക് സമയമുണ്ട്. ഇന്ന് നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ ആത്മീയ ജീവിതം ഒരു ഉദാസീനതയായി നിങ്ങൾ കണ്ടവരാണോ എന്നെ കേൾക്കുന്നത്? ആമേ സ്തോത്രം. കിട്ടിയതൊക്കെ മതിയെന്നും പറഞ്ഞ് ആമേ സ്തോത്രം റെഡിയായി നിൽക്കുവാണോ ദൈവത്തിൻ്റെ വരവെങ്കിൽ? എങ്കിൽ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടെ ദൈവത്തോട് അടുക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ ഗ്രഹിക്കുക, ആമേ ആത്മീയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേ നമ്മുടെ അകത്തെ മനുഷ്യന് ഓരോ ദിവസവും ബലപ്പെടുത്തുവാൻ ആവശ്യമായ ദൈവവചനങ്ങളെ ആമേ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, അത് പഠിക്കുക, അത് മനഃപ്പാഠമാക്കുക. ആമേ സ്തോത്ര. ദൈവവചനങ്ങളെ എന്ത് ചെയ്യുക? ഓരോ കിട്ടുന്ന അവസരങ്ങൾ ഉരുവിടുക, അത് നമ്മളോട് സംസാരിക്കും. ആമേ അങ്ങനെയാണ്. അതുപോലെ അഭിഷേകം പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഉഴപ്പ് പ്രാർത്ഥനയൊക്കെ മാറ്റുക, ഒരു വിഷയം എടുക്കുക, ആ വിഷയം വെച്ചിട്ട് അഭിഷേകം, വാ തുറന്ന് അഭിഷേകം പറഞ്ഞ് ആ വിഷയത്തിന്മേൽ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ദൈവം നമുക്ക് വേറെ പല കാര്യങ്ങൾ ദൈവം നമുക്ക് ഏൽപ്പിക്കുക. ആത്മാവിൽ അത് മറ്റൊരു വിഷയമാണ്. നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ബുദ്ധി കൊണ്ട് ഒരൊഴപ്പി പ്രാർത്ഥന നടത്തി കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു ശീലമുള്ളൊരു വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ മതി എന്ന് പറയുക. സ്തോത്രം, ഇനിയുള്ള നാളുകൾ ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു ഉത്സാഹിയായിത്തീരും. ദൈവിക കാര്യങ്ങൾക്ക് ഓടുവാൻ ഞാൻ എൻ്റെ കാലിന് ഒരിക്കലും അടുത്തെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യത്തില്ല, വെക്കിയില്ല. ഞാൻ ഓടും. ഇനിയും ഞാൻ എന്ത് ചെയ്യും? അധ്വാനിക്കും എൻ്റെ ദൈവത്തിന് വേണ്ടി. അങ്ങനെ ഒരു മനസ്സുള്ളവരായി നമുക്ക് തീരാം. അതുകൊണ്ട് ഈ നാളുകളിൽ സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ മടുപ്പില്ലാതെ വേണം ഉത്സാഹികളായി നമുക്ക് തീരാം. ദൈവമക്കളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.